അക്കാഡമിയുടെ പൊളിറ്റിക്കൽ സയൻസ് വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ ലെസണിൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇലക്ഷൻ ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. Article 54 and 55 of the Indian Constitution deals with election of Indian President. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് എന്ന് ടൈറ്റിൽ നൽകിയിരിക്കുന്ന ആർട്ടിക്കിൾ 54 ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 55-ാം ആർട്ടിക്കിൾ മാനർ ഓഫ് ഇലക്ഷൻ വ്യക്തമാക്കുന്നു. ഇവിടെ MLA-മാരുടെയും MP-മാരുടെയും വോട്ടിന്റെ വാല്യൂ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്നു. പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ പിന്തുടരുന്ന പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ വിത്ത് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്ന വോട്ടിംഗ് സിസ്റ്റത്തെ കുറിച്ചും പ്രതിപാദിക്കുന്നു. ഈ പറഞ്ഞ ഭരണഘടനാ വകുപ്പുകളോടൊപ്പം ദ പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ ആക്ട് ഓഫ് 1952 പ്രസിഡൻഷ്യൽ ഇലക്ഷനെ സംബന്ധിച്ച കൂടുതൽ വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. ഇലക്ട്രൽ കോളേജ്. ഇന്ത്യൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഈസ് ആൻ ഇൻഡയറക്റ്റ് വൺ. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. ഈ പ്രതിനിധികൾ അടങ്ങുന്നതാണ് ഇലക്ട്രൽ കോളേജ്. വിശദമായി പറഞ്ഞാൽ, ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ്, പാർലമെന്റിലെ ഇരു സഭകളിലെയും, അതായത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. Then elected members of legislative assemblies of all states and National Capital Territory of Delhi and the Union Territory of Pondicherry. സംസ്ഥാന നിയമസഭകളിലെയും നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഡൽഹിയിലെയും കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയിലെയും നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. അതായത് നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് ഇലക്ട്രൽ കോളേജിലെ അംഗമാവാൻ സാധിക്കില്ല. ഉദാഹരണത്തിന്, ലോക്സഭയിൽ ഉണ്ടായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി രാജ്യസഭയിലെ 12 നോമിനേറ്റ് ചെയ്യപ്പെടുന്ന അംഗങ്ങൾ, സംസ്ഥാന നിയമസഭകളിലെ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആംഗ്ലോ ഇന്ത്യൻ മെമ്പേഴ്സ് എന്നിവർക്ക് ഇലക്ട്രൽ കോളേജിന്റെ ഭാഗമാവാൻ സാധിക്കില്ല. നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ്, ദെൻ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആർ നോട്ട് എ പാർട്ട് ഓഫ് ഇലക്ട്രൽ കോളേജ്. ഇതുകൂടാതെ members of legislative councils are not included in the electoral college. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളിലെ, അതായത് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഉള്ള സംസ്ഥാനങ്ങളിലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പേഴ്സിന് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വോട്ട് ഉണ്ടായിരിക്കുന്നതല്ല. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ഇലക്റ്റഡ് മെമ്പേഴ്സിന് മാത്രമാണ് വോട്ട് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നോക്കാം. A nomination paper of a candidate for the election has to be made in the prescribed form. So this nomination should be submitted in a prescribed form. ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന ഈ ഫോം ഇതെവിടെയാണ് നമുക്ക് ലഭിക്കുക? പ്രസിഡൻഷ്യൽ ആൻഡ് വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ റൂൾസ് 1974 ഇതിലെ റൂൾ 4 അനുസരിച്ച് നൽകിയിരിക്കുന്ന ഫോം 2 പ്രസിഡൻഷ്യൽ ഇലക്ഷനുള്ള നോമിനേഷൻ പേപ്പറാണ്. ഫോം 3 വൈസ് പ്രസിഡന്റ് ഇലക്ഷനുള്ള നോമിനേഷൻ പേപ്പർ. ആൻഡ് ഇറ്റ് ഹാസ് ടു ബി subscribed by at least 50 electors as proposers and at least 50 electors as seconders. And this nomination paper to be presented to the returning officer either by the candidate himself or by any of his proposers or seconders. നാമനിർദ്ദേശ പത്രിക സ്ഥാനാർത്ഥി നേരിട്ടോ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു പ്രൊപ്പോസർ അല്ലെങ്കിൽ ഒരു സെക്കൻഡർ മുഖേനയോ സമർപ്പിക്കാവുന്നതാണ്.
and the security deposit for the election is 15,000. ആരായിരിക്കും പ്രസിഡൻഷ്യൽ ഇലക്ഷനിലെ റിട്ടേണിംഗ് ഓഫീസർ? The Secretary General Lok Sabha or the Secretary General Rajya Sabha is appointed as the returning officer by rotation. 2017 നടന്ന പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ലോക്സഭാ സെക്രട്ടറി ആയിരുന്നു റിട്ടേണിംഗ് ഓഫീസർ. പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഉപയോഗിക്കുന്ന ബാലറ്റ് പേപ്പേഴ്സിന്റെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം. പാർലമെന്റ് അംഗങ്ങൾക്ക്, അതായത് MP-മാർക്ക് നൽകുന്ന ബാലറ്റ് പേപ്പേഴ്സ് പച്ച നിറത്തിലും സംസ്ഥാന നിയമസഭാ അംഗങ്ങൾക്ക് നൽകുന്ന ബാലറ്റ് പേപ്പർ പിങ്ക് നിറത്തിലും ഉള്ളതാണ്. ബാലറ്റ് പേപ്പറിൽ ഉപയോഗിക്കുന്ന ഭാഷ MP-മാർക്ക് നൽകുന്നവ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായിരിക്കും. MLA-മാരുടെ ബാലറ്റ് പേപ്പർ അതാത് സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക ഭാഷയിലും അതോടൊപ്പം ഇംഗ്ലീഷ് ഭാഷയിലുമായിരിക്കും. ഇലക്ഷൻ പ്രോസസ്. പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഒരു ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ് എന്ന് പറഞ്ഞുവല്ലോ. ഇവിടെ ജനങ്ങൾ നേരിട്ട് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ പങ്കെടുക്കുന്നില്ല. ജനപ്രതിനിധികളാണ് ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ. അവരിലൂടെയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന വോട്ടിംഗ് രീതി പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ആണ്. ഈ സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്നു എന്നതല്ല തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള മാനദണ്ഡം. നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ക്വാട്ട ഓഫ് വോട്ട് ലഭിക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ 50% കൂടുതൽ വോട്ട് ലഭിക്കണം. ആകെ പോൾ ചെയ്ത സാധുവായ വോട്ടിന്റെ 50% പ്ലസ് 1 വോട്ട് ലഭിച്ച സ്ഥാനാർത്ഥി വിജയിയായി പ്രഖ്യാപിക്കപ്പെടുന്നു. പ്രപ്പോർഷണൽ റെപ്രസെന്റേഷന്റെ മറ്റൊരു പ്രത്യേകത, ഒരു വോട്ടറുടെ വോട്ടിന്റെ മൂല്യം 1 എന്നല്ല കണക്കാക്കുന്നത്. ഇനി ഈ മൂല്യം എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് നോക്കാം. വാല്യൂ ഓഫ് ദി വോട്ട് ഓഫ് ആൻ MLA. ഒരു സംസ്ഥാനത്തിലെ MLA-യുടെ വോട്ടിന്റെ വാല്യൂ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് നോക്കാം. Population of the state divided by total elected members of state legislature. ആ സംസ്ഥാനത്തിലെ ആകെ ജനസംഖ്യയെ ആ സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ തെരഞ്ഞെടുക്കപ്പെട്ട എത്ര അംഗങ്ങളുണ്ടോ ആ അംഗങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയെ 1/1000 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് ഒരു MLA-യുടെ വോട്ടിന്റെ വാല്യൂ. ഉദാഹരണത്തിന് കേരളത്തിലെ ഒരു MLA-യുടെ വോട്ടിന്റെ വാല്യൂ എങ്ങനെയാണ് കണക്കാക്കുന്നത്? കേരളത്തിലെ പോപ്പുലേഷൻ എത്രയാണെന്ന് നോക്കുക. ഇവിടെ 2,13,47,375. ഈ സംഖ്യ എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ജനസംഖ്യയാണെന്ന് കരുതുക. ആ ജനസംഖ്യയെ 140 ആണ് കേരളത്തിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം. ആ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് 1/1000 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ കിട്ടുന്ന സംഖ്യ 152. അപ്പൊ കേരളത്തിലെ ഒരു MLA-യുടെ വോട്ടിന്റെ വാല്യൂ, അതായത് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ പങ്കെടുക്കുന്ന ഒരു MLA-യുടെ വോട്ടിന്റെ വാല്യൂ 152 ആണ്. അപ്പോ കേരളത്തിന്റെ എല്ലാ MLA-മാരുടെയും കൂടെ വോട്ടിന്റെ വാല്യൂ കണക്കാക്കിയാൽ ടോട്ടൽ വാല്യൂ ഓഫ് വോട്ട്സ് ഫോർ ദ സ്റ്റേറ്റ് 152 ഗുണം 140 21,280. അപ്പൊ ഇത് പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനത്തിലെയും MLA-മാരുടെ വോട്ടിന്റെ വാല്യൂ തീരുമാനിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ പോപ്പുലേഷന്റെ വ്യത്യാസമനുസരിച്ച് MLA-മാരുടെ വോട്ടിന്റെ വാല്യൂ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വലിയ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിലെ MLA-മാരുടെ വോട്ടിന്റെ വാല്യൂ കൂടുതലും ജനസംഖ്യ കുറവുള്ള സംസ്ഥാനങ്ങളിലെ
MLA-മാരുടെ വോട്ടിന്റെ വാല്യൂ കുറവുമായിരിക്കും. അതുകൊണ്ട് തന്നെ വലിയ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിലെ MLA-മാർക്ക് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വലിയ ഒരു പങ്ക് തന്നെ വഹിക്കാൻ സാധിക്കും. MLA-മാര് മാത്രമല്ല ഇലക്ടറൽ കോളേജിലെ അംഗങ്ങൾ, ലോക്സഭയിലെയും രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. Then value of the vote of an MP. ഒരു MP-യുടെ വോട്ടിന്റെ മൂല്യം എങ്ങനെയാണ് കണക്കാക്കുന്നത്? Value of vote of total MLAs of all states and National Capital Territory of Delhi and the Union Territory of Pondicherry. രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹിയിലെയും യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള പോണ്ടിച്ചേരിയിലെയും MLA-മാരുടെ എല്ലാവരുടെയും വോട്ടിന്റെ വാല്യൂവിന്റെ ആകെത്തുകയെ ടോട്ടൽ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദി പാർലമെന്റ്, പാർലമെന്റിലെ ആകെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അംഗങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്കണം. ഇവിടെ ടോട്ടൽ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദി പാർലമെന്റ് എന്ന് പറയുന്നത് ലോക്സഭയിലെ 543 തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും രാജ്യസഭയിൽ നിലവിലുള്ള 233 തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ചേരുന്നതാണ്. അങ്ങനെ 776 അംഗങ്ങളാണുള്ളത്. രാജ്യത്താകമാനമുള്ള എല്ലാ MLA-മാരുടെയും വോട്ടിന്റെ വാല്യൂ കൂട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 5,49,495 ആണ്. ഇതിനെ MP-മാരുടെ എണ്ണമായിട്ടുള്ള 776 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 708 എന്ന് പറയുന്നതാണ് ഒരു MP-യുടെ വോട്ടിന്റെ വാല്യൂ. സോ ടോട്ടൽ വാല്യൂ ഓഫ് വോട്ട്സ് ഓഫ് MP-മാരുടെ ആകെ വോട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5,49,498 ആണ്. ഇത്തരത്തിൽ പരിശോധിക്കുമ്പോൾ MLA-മാരുടെ വോട്ടിന്റെ വാല്യൂവും MP-മാരുടെ വോട്ടിന്റെ വാല്യൂവും കൂടി കണക്കാക്കിയാൽ ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ആകെ ഉള്ള വോട്ടിന്റെ ആകെ വാല്യൂ എന്ന് പറയുന്നത് 10,98,903 ആണ്. ഈ വാല്യൂവിന്റെ 50% +1 ലഭിക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കും വിജയിക്കുക. ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് 2,930 വോട്ടുകളാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 7,02,044 ആണ്. ഇനി കേരളത്തിന്റെ പോപ്പുലേഷൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഈ ജനസംഖ്യ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്? പ്രസിഡൻഷ്യൽ ഇലക്ഷനിലെ MLA-മാരുടെ വോട്ടിന്റെ വാല്യൂ തീരുമാനിക്കുന്ന സംസ്ഥാന ജനസംഖ്യ എങ്ങനെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു? 42ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് 1971 നടത്തിയ സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ 42ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് 2001 സെൻസസ് വരെയാണ് ഇത് നിർണയിക്കപ്പെട്ടിരുന്നത്. എങ്കിലും 84ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ഇത് 2026 വരെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ 2026 വരെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ MLA-മാരുടെ വോട്ടിന്റെ വാല്യൂ കണക്കാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ജനസംഖ്യ എന്ന് പറയുന്നത് 1971 സെൻസസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. പ്രസിഡൻഷ്യൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ചോദ്യമാണ് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാണോ ഇല്ലയോ എന്നുള്ളത്. ഇലക്ടറൽ കോളേജിലെ അംഗങ്ങൾ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ പാർട്ടി നൽകുന്ന വിപ്പ് പാലിക്കേണ്ടതില്ല. സ്വന്തം താല്പര്യത്തിനനുസരിച്ച് വോട്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല വോട്ടിംഗ് സീക്രട്ട് ബാലറ്റ് സിസ്റ്റം അനുസരിച്ചാണ് നടക്കുന്നത്. അതിനാൽ തന്നെ വിപ്പ് പ്രായോഗികമല്ല. അതേപോലെ മറ്റൊരു പ്രസക്തമായ ചോദ്യം,
കരുതൽ തടങ്കലിലുള്ള ഒരു വോട്ടർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. പ്രസിഡൻഷ്യൽ ആൻഡ് വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ റൂൾസ് 1974 പ്രകാരം കരുതൽ തടങ്കലിൽ ഉള്ളവർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാവുന്നതാണ്. ഇലക്ഷൻ പെറ്റീഷൻ. പ്രസിഡൻഷ്യൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തർക്ക പരിഹാരത്തിനുള്ള അധികാരി സുപ്രീം കോടതി മാത്രമാണ്. എന്നാൽ ഇലക്ഷൻ പ്രൊസീജിയർ പൂർണ്ണമായും പൂർത്തീകരിച്ചതിനു ശേഷം മാത്രമേ പരാതി സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. പ്രസിഡൻഷ്യൽ ഇലക്ഷൻ അസാധുവായി പ്രഖ്യാപിക്കുന്നതുവരെ പ്രസിഡന്റ് സ്വീകരിച്ച നടപടികൾ അസാധുവായി പ്രഖ്യാപിക്കാൻ സാധിക്കുന്നതല്ല. പ്രസിഡൻഷ്യൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചില പ്രധാന വസ്തുതകളാണ് ഈ വീഡിയോ ലെസണിലൂടെ ഞങ്ങൾ പങ്കുവച്ചത്. ഈ വീഡിയോ ലെസൺ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫ്രം അക്കാഡമി.